പറയേണ്ട ഒരു പോയിന്റ് ആണ്. ഈ ചുമ്മാ ഒരാൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസും ലക്ഷണങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു അൾട്രാസൗണ്ടിൽ പോയി സ്കാൻ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. അവിടെ പോകുമ്പോ നിഷാദ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, അവിടെ പോകുമ്പോ അവിടെ ഇരിക്കുന്ന ആ റേഡിയോളജിസ്റ്റ്, അൾട്രാസൗണ്ട് ചെയ്യുന്ന ആ എക്സ്പേർട്ട്, പുള്ളിക്കാരൻ ചോദിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് പുള്ളിക്കാരന് കാര്യം പെട്ടെന്ന് എളുപ്പമാക്കാനല്ല, അവിടെ ഫോക്കസ് ചെയ്ത് അറ്റൻഷൻ കൊടുത്ത് കൃത്യമായിട്ട് നോക്കാനാണ്. ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൗണ്ട് വേവ്സ് ആണ്, പോയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്താണ് വരുന്നത്. അത് ഈ ഡെസിഫർ ചെയ്യുന്നത് പോലെ മാറ്റിയാണ് ഇതിനെ നമ്മളൊരു ഇൻഫോർമേഷൻ, നമുക്ക് പാകപ്പെടുന്ന ഇൻഫോർമേഷൻ ആക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ എക്സ്പേർട്ട് നോളജ് വെച്ച് അവിടെ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ സ്കാൻ ചെയ്ത് പോകും, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. You need to look for the pain or look for where the discomfort is. അല്ലാതെ നമ്മൾ ജനറലി സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഈവൻ നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കുമ്പോഴും എവിടെയാണ് പ്രശ്നം ചേട്ടാ എന്ന് പറയില്ല. അപ്പോൾ കംപ്ലീറ്റ് വണ്ടി മൊത്തം എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വണ്ടി മൊത്തം എല്ലാം അഴിച്ച് നോക്കാൻ നോക്കില്ല. അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആയാലും എന്തൊരു സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും യു നീഡ് ടു ഡിക്ലെയർ where the problem is. You need to explain exactly where the condition is. And that is obvious. അപ്പോൾ ഈ ഫുൾ ബോഡി ചെക്കപ്പുകളുടെ ഒരു പ്രശ്നം ഇതാണ്. നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അനോമലസ്, എനി കേസ് ഇമേജിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ഏരിയ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഫുൾ ബോഡി ചെക്കപ്പ്സ് ആർ ആക്ച്വലി എ ടോട്ടൽ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ദ ഫെസിലിറ്റി. ഇന്ത്യയിൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ഒരു ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിലപ്പെട്ട ഒരു ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയമാണ് നമ്മൾ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ, ആവശ്യമുള്ള ആളിൻ്റെ സമയം ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആ ഒരു എക്സാക്ട്ലി